അവർ കിച്ചണിൽ നമുക്കിന്ന് ക്യാരറ്റിൻ്റെ അലുവ ഉണ്ടാക്കാം. അങ്ങനെ ക്യാരറ്റിൻ്റെ അലുവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വേണ്ടി എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ അവർ കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് എപ്പോഴും എന്തൊരു എന്താ പറയുക ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എനിക്കും അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ക്യാരറ്റിൻ്റെ അലുവ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനുകൊണ്ടാണ് കുക്കർ എടുക്കുന്നത്. കുക്കർ വേണമെന്നില്ല, ഡയറക്റ്റ് പാനിൽ പാലൊക്കെ ഒഴിച്ച് പെട്ടെന്ന് അങ്ങനെ തന്നെ എടുക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ക്യാരറ്റ് ഒരു 9 ക്യാരറ്റ് ഉണ്ട്. ഇത് 9 ക്യാരറ്റ് നമ്മൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അത് ഇതിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല്, എന്നുവെച്ചാൽ 1/2 ലിറ്റർ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറിൽ ഒരു 2 വിസിൽ വരണം. അപ്പോഴേക്കും ക്യാരറ്റ് നന്നായി വെന്ത് പാലൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ടാവും. അതിനാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ പിന്നെ ക്യാരറ്റ് ഇട്ട് അതിൽ പിന്നെ പാലൊഴിച്ച് കുറുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ച് എളുപ്പത്തിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയലാഭത്തിന് വേണ്ടി നമുക്ക് കുക്കർ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയിട്ട് നമുക്കിത് തുറന്നിട്ട് ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇട്ടിട്ട് അതിലിട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് വിരകിയെടുക്കാം. ഞാനിതൊരു പാനിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിതിലേക്ക് നമ്മളിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ്, ഇതിനൊരു 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, മധുരം കുറയ്ക്കേണ്ടവർക്ക് മധുരം കുറയ്ക്കാം. ഇതിലേക്ക് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ടു, 1 കപ്പ് നെയ്യും ഒഴിച്ചു. ഇനി ഇത് അടുപ്പിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരണ്ട് വരണം. കുറച്ച് സമയം എടുക്കുമെന്ന് വരണ്ട് വരാൻ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. നമ്മുടെ ക്യാരറ്റിലെ വെള്ളമൊക്കെ വറ്റി നല്ല നെയ്യിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് വരണ്ട് വരാൻ നല്ല മണവും നെയ്യിൽ വരലെണ്ണേൻ്റെ മണവും വരുന്നുണ്ട്. നമുക്ക് തന്നെ കാണാൻ ശരിക്കും നല്ലതായിട്ട് വരുന്നുണ്ട്. ഇനി ഒന്നും കൂടെ വരട്ടി നല്ല കൂടി എന്താ പറയുക നെയ്യിൽ നിന്ന് വിട്ടിട്ട് ഈ ക്യാരറ്റ് മാത്രമായിട്ട് വരണം. അതുവരേക്ക് നമുക്കിത് വരട്ടി എടുക്കാം. അത് നമ്മളുടെ എന്താ പറയുക ക്യാരറ്റിൻ്റെ അലുവ ഏകദേശം കുറച്ച് ആവുന്നതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും അണ്ടിപ്പരിപ്പ് പിടിച്ചോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഇനി ഏകദേശം ഒരു എന്താ പറയുക ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഈ അലുവ റെഡി ആയിട്ട് കഴിയും. നമുക്കിത് പിന്നെ കുക്കറിൽ ഒന്ന് ആവി വരുത്താൻ 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ആവി വരുത്തി നമ്മൾ വേവിച്ചു. ഒരു 15 മിനിറ്റ് നേരം നമ്മളിത് വരട്ടി. ഇത്ര സമയം ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് ഏലക്കയുടെ സ്വാദ് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/2 ടീസ്പൂണ് ഒരു ചെറുതായിട്ടൊരു ഫ്ലേവർ എന്നുള്ള രീതിയിൽ ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അതിലൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തു. അങ്ങനെ നമ്മുടെ ക്യാരറ്റിൻ്റെ അലുവ തയ്യാറായി കഴിഞ്ഞു. പൂർണ്ണമായിട്ട് നന്നായിട്ട് വരണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മറ്റുള്ള അലുവകൾ ഉണ്ടാക്കുന്ന മാതിരി മുറിച്ചെടുക്കുകയല്ല ചെയ്യുക. ക്യാരറ്റിൻ്റെ അലുവ ഇത് കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യെല്ലാം വേറിട്ട് വന്നു കഴിഞ്ഞു.
ഇതിൽ മിക്സായി കിടന്ന നെയ്യൊക്കെ വേറെയായി. ഈ നെയ്യൊക്കെ നല്ലോണം ഊറ്റി നമുക്കിത് എടുക്കാം, ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മളുടെ ക്യാരറ്റിൻ്റെ ഹലുവ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. വളരെ ഈസിയാണ്, കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആകെ ഞാൻ ഉപയോഗിച്ച സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് കൊണ്ട് ഈ ക്യാരറ്റിൻ്റെ ഹലുവ തയ്യാറായി കഴിഞ്ഞു.